കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാമത്തെ വാക്യം. യേശു അവനോട്, കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല എന്ന് പറഞ്ഞു. ഇന്നലകളെ ചിന്തിച്ച് നിരാശപ്പെടുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ ഉണ്ട്. നാളുകളിലേക്ക് ചിന്ത വെച്ച് ആകുലപ്പെടുന്നവരും ഉണ്ട്. ഭാവി കാലത്തിലേക്കും ഭൂതകാലത്തിലേക്കും തിരികെ നോക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് എന്നത് വർത്തമാന കാലഘട്ടത്തിലെ മനോഹരത തന്നെയാണ്. ഇന്നിൻ്റെ മനോഹരത നഷ്ടമാവുകയാണ്. കാരണം ഇന്നലെ എന്നിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് നിരാശപ്പെടാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. ദുഃഖിച്ചത് കൊണ്ടോ നിരാശപ്പെട്ടത് കൊണ്ടോ ഇന്നിൻ്റെ സന്തോഷത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയത്തും ഇല്ല. നാളുകളിലേക്ക് നാം ഒന്ന് നോക്കാറുണ്ട്. നാളെ കുറിച്ചുള്ള ആകുലത എന്നിലുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ഈ ഇന്നിൻ്റെ സന്തോഷം നഷ്ടമാക്കി വർത്തമാന കാലഘട്ടത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ കടന്നു പോകുന്നത്. ഈ ഒരു വേളയിൽ, ഈ ഒരു സാഹചര്യത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന ഒരു വാക്യമാണ് നമ്മുടെ വായിച്ചു കേട്ടത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് നോക്കരുത്. യേശുക്രിസ്തു തൻ്റെ മലപ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ ചില ചോദ്യങ്ങൾ മനുഷ്യനോടുകൂടെ ചോദിക്കുന്നതായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. അവിടെ എങ്ങനെയാണ് കർത്താവ് ചോദിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് വിചാരപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? വസ്ത്രത്തെക്കുറിച്ച് എന്തിനാണ് ആകുലപ്പെടുന്നത്? ഭക്ഷണത്തെക്കുറിച്ച് എന്തിനാണ് ആകുലപ്പെടുന്നത്? വിചാരപ്പെടേണ്ടതായിട്ട് ഇല്ല. ആഹാരത്തേക്കാൾ, ജീവനേക്കാൾ, ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. മറ്റൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും ലോകത്തിലെ സൃഷ്ടികളിൽ ഏറ്റവും വിശേഷത ഉള്ളവർ അല്ലയോ? മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം നിങ്ങളുടെ ആയുസ്സിനെ നീട്ടിവെക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? അത് ആർക്ക് സാധിക്കും? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിചാരപ്പെട്ട് ജീവിതത്തെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ നശിപ്പിക്കുന്നെന്ന് കർത്താവ് ചോദിക്കാം. ആകുലതകൾ, നിരാശകൾ എന്നിലും നിന്നിലും ഉണ്ടാകുമ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇന്നിൻ്റെ സന്തോഷമാണ്, ഇന്നിൻ്റെ കരുതലാണ്, ഇന്നിൻ്റെ യാത്രകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോടുകൂടെ അറിയിക്കത്രേ വേണ്ടത്. അവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ ആവശ്യങ്ങൾ ആകുലതകളില്ലാതെ കർത്താവിനോട് പങ്കുവെച്ച് ആവശ്യങ്ങളെ നേടിയെടുക്കുവാനായിട്ട് കഴിയണമെന്ന് പൗലോസ് പറയുമ്പോഴും ആകുലതകൾ വെടിഞ്ഞ്, ഇന്നലകളുടെ ദിഗ്ഭാരങ്ങൾ വെടിഞ്ഞ് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചിന്തയാണ് ഈ നോമ്പിൽ നമുക്ക് നൽകുന്നത്. മുന്നിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം എന്ന് പറയുമ്പോൾ നാളെയിലേക്കുള്ള ലക്ഷ്യമല്ല, ഇന്ന് ഞാൻ ജീവിക്കുമ്പോൾ ഇന്നിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും സന്തോഷത്തിൻ്റെയും മനോഹരതകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് കർത്താവ് ഒരു ഉപമ പറയുന്നു. വയലിലെ പുഷ്പത്തെ നോക്കുക, പുല്ലിനെ നോക്കുക. അത് രാവിലെ തഴച്ചു വളരുന്നുണ്ട്, അത് വൈകുന്നേരം കരിഞ്ഞു വാടി അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആകാശത്തിലെ പറവകളെ നോക്കുക, അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതും ഇല്ല. കാക്കകളെ നോക്കുക, അതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചത്തെ കർത്താവ് സൃഷ്ടിക്കുമ്പോഴും പ്രപഞ്ചത്തിന് ഒന്നിനെക്കുറിച്ച് ആകുലതകളില്ല. പ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്ക് ആകുലതകളില്ല, പർവ്വജാതികൾക്ക് ആകുലതകളില്ല, പക്ഷിമൃഗാദികൾക്ക് ആകുലതകളില്ല, ജലത്തിലെ മത്സ്യങ്ങൾക്ക് ആകുലതകളില്ല. പക്ഷെ ആകുലത എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും തന്നെയാണ്. മനുഷ്യ
മനുഷ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായി സൃഷ്ടിച്ചപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും തന്നെയാണ് ആകുലത എന്ന് പറയുന്നത്. ഈ ആകുലതകളെ ഒന്ന് മാറ്റിവെക്കുമ്പോഴാണ്, ദുഃഖഭാരങ്ങളെ മാറ്റിവെക്കുമ്പോഴാണ് സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഒന്ന് എനിക്ക് നടന്നു കയറുവാനായിട്ട് സാധ്യമാവുക. കഴിഞ്ഞ രാത്രി ധ്യാനിച്ചതിൻ്റെ ഒരു ഭാഗം എങ്ങനെയാണ്, ദാവീദ് ഗോലിയാത്തിൻ്റെ മുൻപിൽ നിൽക്കുക. അപ്പോൾ ദാവീദ് ഗോലിയാത്തിൻ്റെ മുൻപിൽ നിൽക്കപ്പെടുമ്പോൾ ദാവീദ് ആശ്രയം വെച്ചത്, ദാവീദ് നോക്കിയത് കർത്താവിൻ്റെ മുഖത്തേക്കാണ്. ഗോലിയാത്തിനെ അല്ല ദാവീദ് കണ്ടത്, ആ ഗോലിയാത്തിൻ്റെ മുൻപിൽ നിൽക്കപ്പെടുന്ന കർത്താവിനെയാണ് ദാവീദ് കണ്ടത്. ആ ദൈവത്തിൽ ആശ്രയം ദാവീദിനെ വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നാണ്. അവിടെ നമുക്കൊരു മറ്റു ചിന്ത ഇങ്ങനെ ഇന്നത്തെ ചിന്തയുമായി ബന്ധപ്പെടുത്തി പറയുവാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? ദാവീദ് ഇടയബാലകനാണ്. ദാവീദിൻ്റെ മുന്നിലും പിന്നിലും വശങ്ങളിലൊക്കെ ദാവീദിനെ പരിഹസിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. മുന്നിൽ ദാവീദ് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ദാവീദിൻ്റെ മുൻപിൽ നിൽക്കുന്നത് വലിയ ശത്രുവാണ്. എല്ലാറ്റിനെയും കൊലവിളിക്കപ്പെടുന്ന ഒരു വലിയ ശത്രുവാണ് ദാവീദിന് മുൻപിൽ നിൽക്കുന്നത്. ശക്തമായ പടയാളികളെ പോലും നിശേഷം നിഗ്രഹിച്ച് കൊലവിളി നടത്തപ്പെടുന്ന, അട്ടഹസിക്കപ്പെടുന്ന, ആനന്ദിക്കുന്ന ഒരു ശത്രുവാണ് ദാവീദിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ ഭാവി കാലത്തിലേക്ക് ദാവീദ് നോക്കുമ്പോൾ ഒരു വലിയ ശത്രുവിനെ ദാവീദ് കാണുന്നുണ്ട്. പക്ഷേ ദാവീദ് കാണുന്നത് ആ ശത്രുവിനെ അല്ല. ദാവീദ് നോക്കുന്നത് ഭാവിയിലേക്കല്ല. പിന്നിലേക്ക് നോക്കിയപ്പോൾ ദാവീദിൻ്റെ പിന്നിൽ പടയാളികളുണ്ട്, ദാവീദിൻ്റെ പിന്നിൽ ദാവീദിൻ്റെ സഹോദരങ്ങളുണ്ട്, ദാവീദിൻ്റെ പിന്നിൽ സൗൽ രാജാവുണ്ട്, യുദ്ധങ്ങൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ദാവീദിന് പിന്നിലുണ്ട്. അപ്പോൾ ദാവീദ് ഭൂതകാലത്തിലേക്ക് നോക്കിയില്ല എന്നാണ്, വശങ്ങളിലേക്ക് നോക്കിയില്ല. വശങ്ങളിൽ ദാവീദിനെ ഒരുപക്ഷെ പരിഹസിച്ചിട്ടുണ്ടാകാം. ദാവീദ് ഇടയബാലകനല്ലോ എന്ന് പറഞ്ഞ് ദാവീദിനെ പരിഹസിച്ചവരെ രണ്ട് വശങ്ങളുണ്ട്. അവിടെയും ദാവീദ് നോക്കിയില്ല. അപ്പോൾ ദാവീദ് നോക്കിയത് ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിലാണ്. ദാവീദ് നോക്കിയത് അപ്പോഴത്തെ അവസ്ഥയിലാണ്, അപ്പോഴത്തെ ആ ഒരു പ്രവർത്തനത്തിലേക്കാണ് ദാവീദ് നോക്കിയത്. ആ നോക്കൽ എന്ന് പറയുന്നത്, ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് കർത്താവിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ദാവീദിന് ഈ ശത്രുവിനെ പരാജയപ്പെടുത്തുവാനും ആ ശത്രുവിനെ തോൽപ്പിക്കുവാനും അവിടെ ദാവീദിനൊരു ആനന്ദം, സന്തോഷം കണ്ടെത്തുവാനൊക്കെ സാധ്യമായത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എൻ്റെ മുൻപിലെ ഭാവി കാലത്തെ ശത്രുവിനെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. നാളുകളിലേക്കാണ് എൻ്റെ കണ്ണുകൾ, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാറുണ്ട്. ഇന്നലെ നഷ്ടപ്പെട്ടു പോയ സമ്പന്നരെക്കുറിച്ച് വ്യാകുലപ്പെടാറുണ്ട്. ഇന്നലെ നഷ്ടപ്പെട്ടു പോയ സ്വസ്ഥതയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടാറില്ലേ? എൻ്റെ രണ്ട് വശങ്ങളിലും ശത്രുക്കളുണ്ട്, എന്നെ പരിഹസിക്കുന്നവരുണ്ട്, അവരെ നോക്കി വ്യാകുലപ്പെടാറില്ലേ? എന്താണ് എനിക്ക് കിട്ടുന്നത്? നിരാശയുടെയും വേദനയുടെയും വിഷാദ രോഗത്തിൻ്റെയും അനുഭവങ്ങളിലാണ് പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ വഴുതി വീഴുന്നത്. വേദപുസ്തകം പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ച് കഴിഞ്ഞാൽ പിന്നിലേക്ക് നോക്കരുത്. കലപ്പയ്ക്ക് കൈവച്ച് കഴിഞ്ഞാൽ ഒന്ന് മുന്നോട്ട് യാത്ര ചെയ്യണമെന്നാണ്. കൃഷി ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു ഐറ്റമാണ്. കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ ഉഴവ് ചെയ്ത് കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് അതില്ല എന്നാണ്. ഈ ഉഴവ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, ആ ഉഴവ് നടക്കപ്പെടുന്ന വേളയിൽ ആ വയൽ പ്രദേശത്തൊന്ന് പോയി കഴിഞ്ഞാൽ കാളകളെ പൂട്ടി ഈ കാളകളെ നയിക്കുന്ന ഒരു മനുഷ്യന് ഒരു ലക്ഷ്യമുണ്ട്. ആ മനുഷ്യൻ്റെ കണ്ണൊരിക്കലും മറ്റ് പാടങ്ങളിലേക്ക് പോകത്തില്ല. അവന് ലക്ഷ്യമെന്നത് ഈ കാളകളിലും കാളയാത്ര ചെയ്യപ്പെടുന്ന ആ നിലത്തിൽ മാത്രമാണ്. എങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് കാളയെ ഓടിച്ചു പോകുവാനും നിലം ഉഴുതുമറിക്കുവാനൊക്കെ ആ മനുഷ്യന് സാധ്യമാകുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പോൾ കലപ്പയ്ക്ക് കൈവച്ച് കഴിഞ്ഞാൽ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോകും, വീഴ്ചയുണ്ടാകും, നേടുവാനായിട്ട് കഴിയാത്ത പല സാഹചര്യം ഉണ്ടാകാം, നിരാശയുണ്ടാകാം, വേദനകളുണ്ടാകാം, സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകാം എന്നതാണ്. കർമ്മേൽ പർവ്വതത്തിൽ നിൽക്കുന്ന ഏലിയാവിനെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അവിടെ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് മാത്രമല്ല നിൽക്കുന്നത്. ഏലിയാവിൻ്റെ ചുറ്റും ബാൽ ദൈവത്തെ ആരാധിച്ചിരുന്ന വിഗ്രഹാരാധികളാകുന്ന മനുഷ്യരുണ്ട്, രാജാവുണ്ട്, പ്രവാചകന്മാരുണ്ട്, ബാൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരുണ്ട്, ബാൽ ദൈവത്തിൻ്റെ പുരോഹിതന്മാരുണ്ട്. അവരൊക്കെ നിൽക്കുന്ന ഒരിടത്താണ് ഏലിയാവ് നിൽക്കുന്നത്. ഏലിയാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏലിയാവ് നോക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നതൊക്കെ ഈ ശത്രുക്കളാണ്.
ദൈവത്തെ നിഷേധിക്കുന്നവരാണ്. അപ്പോൾ ഈ ദൈവത്തെ നിഷേധിക്കുന്നവരുടെ ഇടയിൽ മധ്യഭാഗത്ത് ഏലിയാവ് നിൽക്കുമ്പോൾ ഏലിയാവ് ആകുലപ്പെട്ടില്ല. എനിക്ക് തീ അയച്ച് ഇതിനെ ദഹിപ്പിക്കുവാൻ കഴിയുമോ കഴിയാതിരിക്കുമോ എന്നൊന്നും ഏലിയാവ് അവിടെ ചോദിച്ചില്ല. ഏലിയാവ് താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നിൻ്റെ യാഥാർത്ഥ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്തു എന്നാണ്, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്തു. ഏലിയാവ് പൊളിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിതു. ആ യാഗപീഠത്തിൽ വിറകടുക്കി യാഗവസ്തുവിനെ കിടത്തി അതിന് ചുറ്റും വലിയൊരു കിടങ്ങെടുത്തു. ആ കിടങ്ങെടുത്തിട്ട് തോട്ടത്തിൽ നിന്നും വെള്ളമെടുത്ത് ആ കിടങ്ങിലൊഴിച്ചു, ആ ബലിപീഠത്തിലൊഴിച്ച് ബലിവസ്തുവിലൊഴിച്ചു. പിന്നത്തേതിലാണ് ഏലിയാവ് ചെയ്യുന്നൊരു പ്രവൃത്തി, സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ടു. ഏലിയാവിൻ്റെ പ്രാർത്ഥന നിമിത്തം ബലിപീഠത്തെ ദഹിപ്പിക്കുന്ന വിധത്തിൽ കർത്താവോട് ഇറങ്ങി വന്നു എന്നാണ്. അപ്പം ഞാൻ നിങ്ങളൊക്കെ ആ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നോക്കിക്കാണുന്നത് ഇങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്. ഏലിയാവ് ചുറ്റും നിൽക്കുന്ന ശക്തിയിലല്ല ആശ്രയിച്ചത്. പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, തള്ളിപ്പറയുന്ന, ഒറ്റപ്പെടുത്തുന്ന ആ ഒരു മനുഷ്യരിൽ അല്ല ഏലിയാവ് തൻ്റെ ശ്രദ്ധ, തൻ്റെ കാഴ്ച വച്ചത്. ഏലിയാവ് നോക്കിയത് കർത്താവിലേക്കാണ്. ഏലിയാവ് നോക്കിയത് ഇന്നിൻ്റെ യാഥാർത്ഥ്യം നിന്നുകൊണ്ട് വിശ്വാസത്തോടു കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഏലിയാവിന് കർത്താവിൽ സന്തോഷിക്കുവാനുള്ള ഒരു വഴി കണ്ടെത്തുവാനായിട്ട് സാധ്യമായി. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ലക്ഷ്യം കർത്താവിൽ വെക്കാം. നമുക്കും കർത്താവിലേക്ക് ഒന്ന് നോക്കാം. കർത്താവിലേക്ക് നമ്മുടെ കണ്ണ് വെക്കുമ്പോഴാണ് ഈ ആകുലതകൾ മാറ്റുവാനും ഉത്കണ്ഠകൾ മാറ്റുവാനും നിരാശകൾ മാറ്റുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇന്നിൻ്റെ സന്തോഷത്തിൻ്റെ മനോഹരതയിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. സദൃശവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവ പരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവിടെ 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യത്തിൽ അത് പറയും, നീ യഹോവ ഭക്തി കണ്ടെത്തും. അപ്പോൾ ഈ സദൃശവാക്യം ഞാൻ പറയുന്നത് യഹോവ ഭക്തി കണ്ടെത്തി പരിജ്ഞാനത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കും. ഈ പരിജ്ഞാനം വിവേകത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നയിക്കും എന്നാണ്. തുടർന്ന് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യത്തിൽ പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടുകൂടി യഹോവയിൽ ആശ്രയം വെച്ചുകൊള്ളുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെ ആക്കും. എത്രയേറെ പ്രത്യാശയുള്ളൊരു വാക്കാണ് കർത്താവ് നമുക്ക് നൽകുക. പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയം, സ്വന്തം വിവേകത്തിൽ നീ ഒരു നാളും എന്ന് പറയുമ്പോഴും നാളെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടമാക്കരുത്. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിച്ച്, നഷ്ടപ്പെട്ടു പോയ നാളുകളെക്കുറിച്ച് ചിന്തിച്ച് ഇന്നിൻ്റെ മനോഹരതയെ നീ നഷ്ടമാക്കാതെ പൂർണ്ണ ഹൃദയത്തെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പരിജ്ഞാനത്തോടും വിവേകത്തോടും ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ള ഒരു തിരുവചന സത്യമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നോമ്പിൻ്റെ സന്ധ്യയിൽ കർത്താവ് നമുക്ക് നൽകുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും ലൂക്കോസ് പറയുന്നുണ്ട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നിലേക്ക് തിരികെ നോക്കരുത്. പിന്നിലേക്ക് തിരികെ നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഇന്നലകളിലേക്ക് നോക്കിയിട്ടല്ല യാത്ര ചെയ്യേണ്ടത്, കർത്താവിൽ നോക്കിയിട്ട് നമുക്കൊന്ന് മുന്നിലേക്ക് ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവശക്തി നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കാം.